ആൻഡ് വെൽക്കം ടു ആര്യാസ് ഗോ ഫൈൻസ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഈ സേവ് ദ ഡേറ്റ് ഒക്കെ എന്തിനാ ഇപ്പോൾ വീഡിയോ ഇട്ടത്? കല്യാണം കഴിഞ്ഞ ഒരു മാസം ഒന്നല്ല, ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞിട്ട് വെറുതെ ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ടാണ് ഗൈസ്. വെറുതെ ഗാലറി നോക്കിയപ്പോൾ അത് കിടന്നു, അപ്പോൾ ഇട്ടുവെന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ആക്ച്വലി കല്യാണ വിശേഷങ്ങളാണ് കേട്ടോ. പാർട്ട് 2 ആണ്. ഒരുപാട് നല്ല നല്ല മെമ്മറീസും വിശേഷങ്ങളും ഉണ്ട്. സോ നമുക്ക് നൈസായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത് എൻ്റെ കല്യാണത്തിന് എനിക്ക് ആദ്യം കിട്ടിയ ഗിഫ്റ്റാണ് ഗൈസ്. ഭയങ്കര മെമ്മറബിളാണ്. എൻ്റെ അത് തന്നത് രജുവണ്ണൻ്റെ അമ്മ ശാന്ത ചേച്ചി ആൻഡ് എൻ്റെ അപ്പച്ചിയാണ്. അപ്പോൾ ഫസ്റ്റ് ഗിഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ഐശ്വര്യം എന്ന് പറയുന്ന ഒരു വലിയ ഭയങ്കര ഐശ്വര്യമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര താങ്ക്സ് ഉണ്ട്. ഇത് കല്യാണത്തിന് ഒരുപാട് മാസങ്ങൾക്ക് മുന്നെയാണ് രജുവണ്ണ ഫാമിലിയായിട്ട്, ഇവരൊക്കെ ദൂരെയാണ് താമസിക്കുന്നത്, വന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്ന് തന്നത്. അപ്പം ഞാൻ ഭയങ്കര താങ്ക്ഫുള്ളാണ്. ഭയങ്കര നല്ല മനസ്സാണ് ഇവർക്ക്. താങ്ക് യു സോ മച്ച് എനിവേ. ആൻഡ് വേറെ ദിവസത്തെ കാഴ്ചകളാണ് ഗൈസ് ഇത്. അപ്പോൾ നമ്മൾ നൈസായിട്ട് ബൈ ദ ബൈ രജുവണ്ണൻ എനിക്ക് പൈസയാണ് തന്നത്. അപ്പോൾ ആ പൈസയ്ക്ക് നമ്മൾ ആദ്യമേ തന്നെ, അതൊരു ഐശ്വര്യമല്ലേ, ആ പൈസയ്ക്ക് തന്നെ നമ്മൾ അങ്ങനെ സ്വർണ്ണം മേടിക്കായിരുന്നു കേട്ടോ. പിന്നെ മാഷുവിനും കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഗോൾഡ് ലോക്കറ്റൊക്കെ. പിന്നെ എൻ്റെ അപ്പച്ചി മരിച്ചുപോയി. അപ്പച്ചിയുടെ പേരിൽ അപ്പച്ചി എനിക്ക് തന്നതാന്ന് പറഞ്ഞിട്ടും പൈസയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു, പാവം. അങ്ങനെ നമ്മളുടെ ഏത് ജ്വല്ലറിയും സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. ട്രിവാൻഡ്രത്തുള്ള ഒട്ടുമിക്ക ജ്വല്ലറികളിലും ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഇതൊന്നും ഞാൻ മേടിച്ചപ്പോൾ ഉള്ളതല്ല കേട്ടോ. അത് ഞാൻ പറഞ്ഞില്ലേ, മാസങ്ങൾക്ക് മുന്നേ ഞങ്ങൾ ആക്ച്വലി ഹണ്ട് തുടങ്ങി. ഇതെനിക്ക് തോന്നുന്നു രാജകുമാരിയാണെന്ന് തോന്നുന്നു. പക്ഷേ രാജകുമാരിയൊന്നും നമ്മൾ ഗോൾഡ് മേടിച്ചില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പം ട്രിവാൻഡ്രത്തുള്ള ഒട്ടുമിക്ക ജ്വല്ലറികളിലും നമ്മൾ കയറി നോക്കി പണിക്കൂലി എങ്ങനെയാണെന്നൊക്കെ കമ്പയർ ചെയ്ത്, ഞാൻ എപ്പോഴും സാധനങ്ങൾ അങ്ങനെ മേടിക്കുമ്പം അങ്ങനെ മേടിക്കാറുള്ളൂ. ഓക്കെ, അപ്പം അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ഞാൻ മേടിച്ചിട്ട് മാലകളൊന്നും അല്ല കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞത് ഇത് അടുത്ത ദിവസമാണ്. ഇത് ഓഫീസിൽ നിന്ന് ഞാൻ നേരെ ഇറങ്ങി. ഈ ഇരുട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഈവനിങ് 6-6:30 വരെ ഓഫീസ് ഉണ്ട്. അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞാൻ ഓട്ടോ പിടിച്ച്, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത് എന്താണ് പറയൂ ഗൈസ്. നമുക്ക് വേണ്ടത് നമ്മുടെ ഇൻവിറ്റേഷനാണ്, കല്യാണ കുറിയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. ഭയങ്കര കഷ്ടപ്പാടായിരുന്നു കേട്ടോ. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് ഓടിയിട്ടുണ്ട് ഞാൻ പല പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും. അതിൽ ആദ്യത്തെ കാര്യമാണ് ഈ ഒരു ലെറ്റർ. അപ്പോൾ ഓഫീസിൽ എനിക്ക് ഫ്രീ കിട്ടുന്ന ടൈമും വീട്ടിൽ വന്നതിന് ശേഷവും എനിക്ക് സമയം കിട്ടൽ വളരെ കുറവാണ്. ആ ഒരു ടൈമിലൊക്കെ വെച്ചിട്ട് ഞാൻ ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിക്കും. ഒരുപാട് കണ്ടുപിടിച്ച് അതൊക്കെ ഒരു പേപ്പറിലോ ഡയറിയിൽ എഴുതി വെക്കും. എഴുതി വെച്ചതിന് ശേഷം ഇവരൊക്കെ ഞാൻ വിളിച്ചു ചോദിക്കും. ഇവരുടെയൊക്കെ റേറ്റ് എങ്ങനെയാണ്, ഡിസൈൻസ് എങ്ങനെയാണെന്ന് ചോദിക്കും. എൻ്റെ നിർഭാഗ്യവശാൽ അവരൊക്കെ ഡിസൈൻസ് അയച്ചു തരാൻ പറ്റത്തില്ല. നേരെ വന്ന് അന്വേഷിക്കാൻ പറഞ്ഞുകൊണ്ടാണ് പോയി അന്വേഷിക്കേണ്ടി വന്നത്. സോ ആദ്യം ഈ ദേവൂസ് എന്ന് പറഞ്ഞിട്ടൊരു കടയിൽ പോയി. അവിടെ വളരെ വൃത്തികെട്ട കസ്റ്റമർ സർവീസ് ആയിരുന്നു. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല, മൈൻഡ് പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ജനറൽ ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആൻഡ് ഇത് ഞാൻ നെക്സ്റ്റ് പോയത് അടുത്ത ദിവസമാണ് കേട്ടോ പോയത്. കാരണം വൈകുന്നേരങ്ങളിൽ പെട്ടെന്ന് തിരിച്ച് വീട്ടിലെത്തേണ്ടത്. അപ്പോൾ ഗൈസ് നമ്മൾ അടിപൊളിയായിട്ട് പണി കിട്ടിയിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ ആക്ച്വലി നല്ല അടിപൊളി കാർഡ്സ്, ഭയങ്കര ഭംഗിയുള്ള പ്രീമിയം ആയിട്ടുള്ള കാർഡ്സ് ആണ് ഇവിടെ ആക്ച്വലി ഉള്ളത്. അവരുടെ അവിടെ കയറുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല അടിപൊളിയാണ്. പക്ഷേ സ്റ്റാർട്ടിംഗ് റേറ്റ് ഇസ് ലൈക്ക് 20 rupees. തീരെ അഫോർഡബിൾ അല്ല. അതുകൊണ്ട് ഞാൻ നൈസായിട്ട്, പക്ഷെ ഞാൻ ആക്ച്വലി വിളിച്ച് ചോദിച്ചെല്ലാം സെറ്റ് ആക്കിയിട്ടേ വരാറുള്ളൂ. പക്ഷെ ഇപ്പം എന്താ വെച്ചാൽ ഞാൻ കുറേ സ്ഥലത്ത് വിളിച്ചായിരുന്നു. അപ്പം കൺഫ്യൂഷൻ ആയിപ്പോയി. പിന്നെ ഇത് അടുത്താണല്ലോ എന്ന് കരുതി വന്നതാ. പക്ഷെ ഇതിപ്പോൾ അടുത്താണെങ്കിൽ ഇന്ന് ഏതോ ഗുദാമിലൊക്കെയാണ്. വലിയൊരു ഓട്ടോ കിട്ടണമെങ്കിൽ കുറച്ച് നടക്കണം. അപ്പം ഞാൻ നടന്നുകൊണ്ടിരിക്കുക. ഒരു ദിവസം അങ്ങനെ പോയി കിട്ടി പണ്ടാരോടങ്ങ്. എനിക്ക് എന്തിൻ്റെ കേടാ റേസ്. അപ്പം നാളെ നമുക്ക് ഒന്നും കൂടെ വരാം, ചാലക്കകത്തൊക്കെ പോയി ഒന്ന് പരതാം. അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെയോ ബസ് സ്റ്റാൻഡിലെത്തി, ബസ് പിടിച്ച് വീട്ടിലെത്തിയപ്പോഴുണ്ട് എനിക്ക് അടുത്ത ഗിഫ്റ്റ് കിട്ടി. അച്ഛൻ്റെ ഫ്രണ്ട് ലളിതാംബിക ആൻറ്റി എനിക്കൊരു സാരി. ഇത് കല്യാണ ഗിഫ്റ്റൊന്നും അല്ല, എന്നാലും കല്യാണമൊക്കെ അല്ലേ, സാരിയൊക്കെ ആവശ്യം വരും എന്ന് പറഞ്ഞിട്ട് ആൻറ്റി എനിക്ക് ഗിഫ്റ്റ് എന്താണ്. താങ്ക് യു സോ മച്ച് ആൻറ്റി. സോ അടുത്ത ദിവസം ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അടുത്ത ദിവസമല്ല കേട്ടോ, ഏതോ ഒരു ദിവസമാണേ. അപ്പോൾ ഞാൻ ആക്ച്വലി ലെറ്ററിൻ്റെ കാര്യം പറഞ്ഞിങ്ങനെ ഓഫീസിൽ ഇരുന്ന് വിഷമം പറയുന്ന എൻ്റെ ഫ്രണ്ട് അക്ഷരയോടത്താണ്. അപ്പോൾ ഇതാണ് അക്ഷരയും ദിവ്യ മാമും ഭയങ്കര സപ്പോർട്ടായിരുന്നു എനിക്ക്. അവർ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഓഫീസിൽ നിന്ന് അങ്ങനെ ഒരുപാട് ഇറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ്, അവർ രണ്ടുപേരും കൂടെ നേരത്തെ ഇറങ്ങാം ഓഫീസിൽ നിന്ന്, എന്നിട്ട് അവർ പോയി വീഡിയോ കോൾ ചെയ്യാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സങ്ങ് നിറഞ്ഞു പോയി. അതുകൊണ്ട് താങ്ക് യു സോ മച്ച് അക്ഷര. അപ്പം അക്ഷര പറഞ്ഞു നീ ഒരു ഹെൽമെറ്റ് എടുത്തിട്ട് വാ, ഒരു കാര്യം ചെയ്യാം, ഈവനിങ്ങിൽ എന്നാൽ പിന്നെ പോവാന്ന് പറഞ്ഞു.
അങ്ങനെ ഓഫീസിൽ നിന്ന് ഇറങ്ങി ഒരു ഈവനിങ്ങിൽ ഞാൻ അവളുടെ കൂടെ പോയി. എന്തോ പോയ അന്ന് തന്നെ സെറ്റായി, ലെറ്റർ അടിപൊളിയായി. അതിനുശേഷം ഞാൻ ഓഫീസിൽ നിന്ന് വേറൊരു ദിവസം ഉച്ചയ്ക്ക് ഭക്ഷണം പോലും കഴിക്കാതെ ലഞ്ച് ബ്രേക്കിന് ഞാൻ ഇറങ്ങി ഓട്ടോ പിടിച്ച്. അച്ഛനോട് വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, അച്ഛൻ വയ്യാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓടേണ്ടി വന്നത്. ചേട്ടനും കൂടെ ഇല്ല, ഖത്തറിലാണ്. അപ്പോൾ ഞാനും അച്ഛനും കൂടി, അച്ഛനാണ് അനുചേട്ടൻ്റെ കല്യാണത്തിനൊക്കെ, ഇത് കേരള പേപ്പേഴ്സ് ആണ് കേട്ടോ, ബൈ ദ ബൈ, കേരള പേപ്പേഴ്സ് തന്നെയാണ് അനുചേട്ടൻ്റെ കല്യാണത്തിന് നമ്മൾ ലെറ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് അതിനെക്കാട്ടിലും ലാഭത്തിന് കുറച്ചുകൂടെ നല്ലത് കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലോകം മൊത്തം അലഞ്ഞത്. അതിൽ വളരെ കുറച്ച് വീഡിയോസ് മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ, എല്ലാത്തിനും ഒരു പരിധിയില്ല ദാസ. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട ലെറ്റർ കാണിക്കാനായിട്ട് ഞാനും അച്ഛനും കൂടെ വന്നു. ഇതാണ് ലെറ്റർ, ഇതായിരുന്നു ഞങ്ങളുടെ ലെറ്റർ. ആക്ച്വലി ഈ ഒരു ലെറ്റർ എനിക്ക് തോന്നുന്നു 100 എന്തോ അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കുറച്ചും കൂടി ലോ ക്വാളിറ്റി വേറെയും അടിച്ചിട്ടുണ്ടായിരുന്നു ലെറ്റർ. അങ്ങനെ 2 ടൈപ്പ് ലെറ്റർ ആയിരുന്നേ. അപ്പോൾ അതിൽ ഒരു ടൈപ്പാണ് ഇത്. എനിക്ക് ഭയങ്കര ഈ സിമ്പിളായിട്ടുള്ള ലെറ്റർ വേണമെന്നുണ്ടായിരുന്നു. ഒരുപാട് ഈ ദൈവത്തിൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര ആർഭാടകരമായി അങ്ങനെ വേണ്ടത്. ഇതിൽ കണ്ടോ, അങ്ങറ്റത്ത് ഇങ്ങറ്റത്ത് ഓരോ ഇല്ല, അത്രേ ഉള്ളൂ, സിമ്പിൾ. ഇപ്പോൾ ഓഫീസിൽ നിന്ന് ഫുഡ് കഴിക്കാത്തതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ലെറ്ററൊക്കെ അച്ഛനെ കാണിച്ചതിന് ശേഷം അടുത്ത് തന്നെ QRS മോളിൽ ഈ സാധനം കഴിക്കാൻ വന്നു ഗൈസ്. ഈ സാധനം നമ്മൾ ഇനിയും കഴിച്ചു. ഭയങ്കര ടേസ്റ്റാണ്. ഇത് ആക്ച്വലി കേക്കും അല്ല പുഡിങ്ങും അല്ലാത്തൊരു കൺസിസ്റ്റൻസിയാണ്. അടിപൊളി ടേസ്റ്റ്. അതിൻ്റെ മണ്ടയിലുള്ള ആ സാധനം ഭയങ്കര അലിഞ്ഞ് വരും. അത് മാത്രമല്ല ഒരു ഒരു റാപ്പും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നേ. ആ റാപ്പും ഇവിടുത്തെ നല്ല ടേസ്റ്റ്. യൂരി കാണുമ്പോൾ കൊതി വരുന്നത് ഗൈസ്. നിങ്ങൾ QRS മോളിൽ പോവുകയാണെങ്കിൽ അവിടുത്തെ MRIയിൽ നിന്ന് നോക്കിയാൽ മതി കേട്ടോ. ആൻഡ് ഇത് വേറെ ഏതോ ഒരു ദിവസമാണ് ഇതുപോലെ ഓഫീസിൽ നിന്ന് ഞാനൊരു ദിവസം ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാതെ ബ്രേക്കിന് ഇറങ്ങിയതിന് ശേഷം മാലയൊക്കെ സെലക്റ്റീവാണ്. എന്നിട്ട് സെയിം കടയിൽ വന്നപ്പോഴത്തേക്കും ആ സെയിം കേക്ക് ഇല്ല, വേറെ കേക്കൊക്കെ കഴിച്ചു. ഇത് വേറൊരു ദിവസമാണ് ഞങ്ങളുടെ ലെറ്റർ കിട്ടിയിരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ ലോഗോയാണ് കേട്ടോ. എനിക്കിത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ലോഗോയാണ്. ഞാൻ എങ്ങനെയാണോ എൻ്റെ മനസ്സിൽ എൻ്റെ ലെറ്റർ വിചാരിച്ചിരുന്നത് അതുപോലെ തന്നെ എനിക്കൊരു ലെറ്റർ കിട്ടി. ഐ എം ലൈക്ക് സോ ഹാപ്പി. വേറൊരു ദിവസം ഓഫീസിൽ നിന്ന് ഇതെൻ്റെ ഫ്രണ്ടാണ് ഹർഷ എൻ്റെ വീട്ടിൽ ആ സമയത്ത് PGക്ക് നിൽക്കുമായിരുന്നു. ഓഫീസിൽ നിന്ന് ഈവനിങ് ഇറങ്ങിയിട്ട് ഞങ്ങൾ അമ്മയും അച്ഛനും ഹർഷ എല്ലാവരും കൂടെ വന്ന് പെട്ടിക്കണക്കിന് ലെറ്റർ കിട്ടി. ആൻഡ് ഇതാണ് അടുത്ത ലെറ്റർ കേട്ടോ. മറ്റേ ലെറ്റർ 100 എണ്ണവും ബാക്കി ലെറ്റർ 1000 സംതിങ്ങും അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ₹30 മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പൊ ഗൈസ് അങ്ങനെ നമ്മള് ലെറ്റർ ഒക്കെ മേടിച്ചിട്ട് നേരെ പോത്തീസിൽ എത്തിയിരിക്കാണ്. അപ്പൊ എന്റെ കൂടെ ഉണ്ടായിരുന്ന എന്റെ ഫ്രണ്ടാണ് ഹർഷ. ഞാൻ കൊറേ നാളായി ആക്ച്വലി ഓടിയോ ഞാൻ കൊറേ നാളായി വ്ലോഗൊക്കെ ചെയ്തിട്ട്. അപ്പൊ ഹർഷ കൂടെ ഉള്ളതുകൊണ്ട് ചുമ്മാ ഹർഷനെ കാണിക്കാൻ വേണ്ടി എടുത്താണ് ഗൈസ്. അപ്പൊ നമ്മള് നേരെ ഓപ്പോസിറ്റ് പോത്തീസ്, അവിടെ കയറി ബ്രൈഡൽ എങ്ങനെയുണ്ട് കളക്ഷൻ എന്നൊക്കെ അന്നെടുക്കും. ഞാൻ റോഡിന്റെ നടുക്ക് നിൽക്കുക ക്രോസ് ചെയ്യാൻ വേണ്ടി. അപ്പൊ സാരി കളക്ഷൻ ഒക്കെ ഉണ്ടോന്ന് നോക്കാം, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ. ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ദെൻ ഞങ്ങൾ പോത്തി സ്വർണ്ണ മഹാലിലേക്ക് പോയട്ടോ, ഗോൾഡ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട്. വെറുതെ അവിടെ നിന്നൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഫസ്റ്റ് ടൈം പോത്തി സ്വർണ്ണ മഹാലിൽ വന്നത്. നല്ല രസമുണ്ട് ആക്ച്വലി കാണാൻ വേണ്ടിയിട്ട്. നിറച്ച് ക്യൂട്ടായിട്ടുള്ള കുറേ സാധനങ്ങൾ കണ്ടു.
ഡേയ്സ് വെറും 35 ലക്ഷമേ ഉള്ളൂ. സോ ക്യൂട്ട്. മൊത്തം കറങ്ങി നടന്ന് വിശന്ന് വലഞ്ഞ് പണ്ടാരടങ്ങി അവസാനം ഞങ്ങള് സെക്രട്ടേറിയറ്റിന്റെ അടുത്തുള്ള Q9 റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ. ദേ ഹർഷ സ്ലോ മോഷനിൽ വരികയാണ്, അമ്മ വരികയാണ്, അച്ഛനുണ്ട്. അമ്മയുടെ കയ്യിൽ എന്താണുള്ളത്? നമ്മുടെ ലെറ്റർ. അങ്ങനെ നമ്മള് വിശന്ന് പണ്ടാരടങ്ങി നമ്മുടെ സെക്രട്ടേറിയറ്റിന്റെ അടുത്തുള്ള Q9 ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറിയിരിക്കുകയാണ്. ഇവിടെ അമ്മയും അച്ഛനൊക്കെ ഉണ്ട്, പിന്നെ ഹർഷയുണ്ട്. ഹർഷ നാളെ പോകും വീട്ടില്. അപ്പോ നമ്മൾ എന്താ ഓർഡർ ചെയ്ത ഹർഷ? ചിക്കൻ. ഇവിടെ ചിക്കൻ മാത്രമേ ഉള്ളൂ, ബീഫ് വേറെ ഒന്നും ഇല്ല. ബട്ടർ ചിക്കനും പൊറോട്ട ഓർഡർ ചെയ്തു. ഇവർക്ക് എന്തോ വ്രതമാണ്, അപ്പൊ ഇതിന് ജ്യൂസ് മാത്രം. അമ്മ പൈനാപ്പിളോ ഓറഞ്ചോ ജ്യൂസ് എന്തോ. ഫുഡ് വന്നിട്ട് കാണിച്ചു തരാം അല്ലേ. അപ്പോൾ നിങ്ങൾ കല്യാണം കഴിക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ട്രിവാൻഡ്രത്ത് 2 ഓപ്ഷൻസ് പറഞ്ഞുതരാം. ഒന്ന് നമ്മുടെ കേരള പേപ്പേഴ്സും, 2 നമ്മുടെ ചാലക്കകത്തൊരു കടയുണ്ട്, അവിടെയും അട്ടക്കുളങ്ങര രാമചന്ദ്രൻ നിങ്ങൾക്ക് നോക്കാം കേട്ടോ. സോ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.